വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോടും പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം അവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഓർമ്മിക്കുക, ഒരു വ്യക്തിത്വം ലഭിച്ച വ്യക്തിയായി യോർദാൻ നദീജലത്തിൽ വിസ്മയകരമായ ഒരു വെളിപ്പെടുത്തലിന്റെ മധ്യേ നിൽക്കുന്നതായി സുവിശേഷം ഈശോയെ അവതരിപ്പിക്കുന്നു. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആ നിമിഷം ഈശോ അഭിഷിക്തനാവുകയും രക്ഷകനായ മിശിഹായും വിമോചകനുമായി വെളിപ്പെടുത്തപ്പെടുകയും ചെയ്തു. മാത്രമല്ല, സ്വർഗം തുറന്നതിന്റെ ആനന്ദാനുഭവവും. ഈശോയുടെ ജ്ഞാനസ്നാന സംഭവത്തിൽ ജലത്താൽ പ്രതീകവൽക്കരിക്കപ്പെട്ട സ്നാപകന്റെ ജ്ഞാനസ്നാനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള ജ്ഞാനസ്നാനത്തിലേക്കുള്ള കടന്നുപോകലുണ്ട്. ഇത് ലൂക്കാ സുവിശേഷകൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. ദൈവകൃപയുടെ അതിസൗന്ദര്യം വീണ്ടെടുത്ത് നൽകിക്കൊണ്ട് ആദിപാപത്തെ എരിയിച്ചു കളയുന്ന മുഖ്യശില്പി പരിശുദ്ധാത്മാവാണ്. പാപമാകുന്ന ഇരുള് പുതച്ച ലോകത്തു നിന്നും നമ്മെ സ്വതന്ത്രരാക്കുകയും സ്നേഹവും സമാധാനവും പ്രത്യാശയും വിശ്വാസവും തന്ന് നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നതും അവിടുന്ന് തന്നെ. ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാമെന്നും പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കാമെന്നും നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞതിന്റെ പിന്നിൽ എന്റെ കുഞ്ഞിന് ഞാൻ വിശ്വാസം ആഗ്രഹിക്കുന്നു എന്ന യാചന മറഞ്ഞിരിക്കുന്നു. കാലപ്രവാഹത്തിൽ കൈമാറ്റത്തിന്റെ ഈടുറ്റ കൈമുതലായ വിശ്വാസത്തെ തീവ്രതയിൽ ആഗ്രഹിക്കാനും അതിനെ ചെറുക്കുന്നവയെ ഉപേക്ഷിക്കാനും തയ്യാറാകണം. കത്തിച്ചു മെഴുകുതിരി സഭാമാതാവ് നമ്മുടെ ഇളം കൈകളിൽ നൽകുമ്പോൾ പ്രതികൂല സാഹചര്യത്തിലും അത് അണയാതിരിക്കുവാൻ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാം. കൈമാറുന്ന വിശ്വാസം കൈമോശം വരില്ലെന്ന് ഉറപ്പുവരുത്തുക. പരിപോഷിപ്പിക്കുക, പൈതൃകമായി കരുതുക. ഇത് ഓരോ ദൈവമക്കളുടെയും കടമയാണ്. നമുക്ക് ലഭിച്ച വിശ്വാസത്തിന് യോജിച്ച ജീവിതം നയിച്ച് വിശുദ്ധി പ്രാപിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോണിയിലേറി 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 അക്കരെ 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 പോകാം, നാഥന്റെ തീരത്തണയാം. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം, നാഥന്റെ തീരത്തണയാം. കൊടുങ്കാറ്റടിച്ചാലും ഭയപ്പെടേണ്ട, തിരമാല വന്നാലും പതറിടേണ്ട, ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ, ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം, നാഥന്റെ തീരത്തണയാം. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം, നാഥന്റെ തീരത്തണയാം.
നാളിൽ ബാലൻ അഞ്ചപ്പവുമായി വന്നു. അയ്യായിരങ്ങൾക്കായി ദൈവം മുറിച്ചു. പണ്ടൊരു നാളിൽ ബാലൻ അഞ്ചപ്പവുമായി വന്നു. അയ്യായിരങ്ങൾക്കായി ദൈവം മുറിച്ചു. ഇന്നും വരുന്നു അപ്പം തരുന്നു. ഇന്നും വരുന്നു അപ്പം തരുന്നു. ദൈവം നമ്മെ തീറ്റിപ്പോറ്റുന്നു. ഇന്നും വരുന്നു അപ്പം തരുന്നു. ഇന്നും വരുന്നു അപ്പം തരുന്നു. ദൈവം നമ്മെ തീറ്റിപ്പോറ്റുന്നു. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം. കൊടുങ്കാറ്റടിച്ചാലും ഭയപ്പെടേണ്ട. തിരമാല വന്നാലും പതറിടേണ്ട. ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ. ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം. രോഗിണിയായൊരു പുത്രി വിശ്വാസത്തിൻ തികവിൽ കർത്താവിൻ വസനാഗ്രത്തിൽ തൊട്ടു സുഖപ്പെട്ടു. രോഗിണിയായൊരു പുത്രി വിശ്വാസത്തിൻ തികവിൽ കർത്താവിൻ വസനാഗ്രത്തിൽ തൊട്ടു സുഖപ്പെട്ടു. ഇന്നും വരുന്നു സൗഖ്യം തരുന്നു. ഇന്നും വരുന്നു സൗഖ്യം തരുന്നു. ദൈവം നമ്മെ കാത്തുകുലയ്ക്കുന്നു. ഇന്നും വരുന്നു സൗഖ്യം തരുന്നു. ഇന്നും വരുന്നു സൗഖ്യം തരുന്നു. ദൈവം നമ്മെ കാത്തുകുലയ്ക്കുന്നു. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം. കൊടുങ്കാറ്റടിച്ചാലും ഭയപ്പെടേണ്ട. തിരമാല വന്നാലും പതറിടേണ്ട. ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ. ചെങ്കടലിൽ വഴികാട്ടി തന്നോൻ കൂടെയുണ്ടല്ലോ. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം. വിശ്വാസത്തോണിയിലേറി അക്കരെ 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 പോകാം. നാഥന്റെ തീരത്തണയാം.